നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ഇന്റർനാഷണൽ ഡെലിവറി ചിലപ്പോൾ കിട്ടിയേക്കാം എന്നുള്ളത്. ഓർഡർ കിട്ടിയേക്കാം. ഇന്റർനാഷണൽ ഓർഡർ. എനിക്കെന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. അത്രയും എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ വസ്ത്രയിൽ ഫസ്റ്റ് ടൈം നോക്കിയേ, ഇംഗ്ലണ്ട് യുകെയിലേക്ക് ഒരു കൊറിയർ നമ്മൾ അയക്കുകയാണ്. ചെറിയൊരു കൊറിയർ ചാർജ് വരും. ഇതൊരു മൾക്കോട്ടൺ സാരിയും ഒരു കോട്ട് സെറ്റും ആണ്. ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തു. ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടി പാക്ക് ചെയ്തു. ഓർമ്മിച്ചില്ല കേട്ടോ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്നത്. ഒരു കോട്ട് സെറ്റും മൾക്കോട്ടനാണ് വന്നിട്ടുള്ളത്. ഒരു 1 kg അകത്തേ വരത്തുള്ളൂ. സോ ഒരു 600-നുള്ളിലായിരിക്കും യുകെയിലേക്ക് നമുക്ക് കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമ്മളുടെ സർവീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു 7 to 14 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് 7 അല്ല കേട്ടോ, ഒരു 14 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ 7 to 9 14 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ലോകത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും. കൂടുതൽ അറിയാനായിട്ട് ഇന്റർനാഷണൽ ഉള്ള, അതായത് ലോകത്തിന്റെ വേറെ ഭാഗങ്ങളിൽ, ഇന്ത്യ വിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങളിലുള്ളവരുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ഓർഡേഴ്സ് എടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മുതൽ വസ്ത്ര ഇന്റർനാഷണൽ ഓർഡേഴ്സും എടുത്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ വന്നാൽ മതിയേ. ഇന്ന് നമ്മുടെ ലക്ഷ്മി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ലക്ഷ്മിക്ക് ആക്ച്വലി ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിച്ചതാണ്. നമ്മുടെ ഓണക്കോടിയായിട്ട് കേട്ടോ. ഇത് ലക്ഷ്മിക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ലക്ഷ്മി എൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. പലരും നമ്മുടെ അടുപ്പമുള്ളവരെ നമുക്ക് പരിചയക്കാർ എടുക്കാൻ മടിക്കും. വേണ്ട, എടുക്കണ്ട, നമ്മൾ പുറത്ത് പോയി വാങ്ങിയാലും അവൾ രക്ഷപ്പെടണ്ടെന്ന് കരുതുന്ന പലരും ഉണ്ട് കേട്ടോ. പക്ഷേ ലക്ഷ്മി എനിക്ക് എൻ്റെ എടുത്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഈ ഒരു മെറ്റീരിയൽ ലക്ഷ്മി എടുത്തു. ലക്ഷ്മിക്ക് ഞാനൊരു ഓണക്കോടിയും കൊടുത്തായിരുന്നേ. സമയം വൈകുന്നേരം 7 മണി. ഞങ്ങളിത് ബാഗ് പാക്ക് ചെയ്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എവിടേക്കാണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ കാണിക്കാം. ഇന്നിപ്പോൾ ജസ്റ്റ് രാത്രി നമ്മൾ പോകുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഞാനും ഏട്ടനും മാത്രമേ പോകുന്നുള്ളൂ. വേദയ്ക്ക് നാളെ സ്കൂളുണ്ട്, ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ വേദയെ കൊണ്ടുവന്ന് നെട്ടയത്താക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി ഒരുപാട് ലേറ്റ് ആയാലും ഒരുപാട് ദൂരം പോകാനുണ്ട്. ഒരു കുഞ്ഞു വലിയ യാത്രയാണ്. പെട്ടെന്ന് തീരുമാനിച്ച് നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ എന്തായാലും പോവാൻ വേദ ഇല്ലാതെ നമ്മൾ പോവുകയാണ്. ഭയങ്കര എൻജോയ് ചെയ്യാനുള്ള ട്രിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു യാത്ര. എന്താണ് യാത്ര എന്നുള്ളത് പറയാം. വേദയെ ഞാൻ നെട്ടയത്ത് കൊണ്ടുവന്നാക്കി. വേദ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവൾക്ക് ഞാനും നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ സന്തോഷം നെട്ടയത്ത് നിൽക്കാനാണ്. കാരണം പടി എന്ന് പറഞ്ഞ് പുറകെ നടക്കാൻ ആളില്ല. അവളുടെ വേലത്തരങ്ങളൊക്കെ ഇവിടെ ആകുമ്പോൾ പിന്നെ നടക്കും. ഞാനിപ്പോൾ യാത്രയിലാട്ടോ, അതുകൊണ്ട് നമ്മുടെ വോയിസിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഒന്ന് ക്ഷമിച്ചേക്കാം. എന്തായാലും വേദയെ ആക്കിയിട്ട് ഞങ്ങൾ പോവുകയാണേ. ഓക്കെ, മൂണ് നിൽക്കുന്നത് ഭംഗിയായിട്ട് നിൽക്കുന്നു. നോക്കിയേ, ഇന്ന് പൗർണമിയല്ലോ ആണ്, ഫുൾ മൂണായിട്ട് നിൽക്കണം. അപ്പോൾ വേദക്കുട്ടിയെ കൊണ്ടൊന്ന് നെട്ടയത്താക്കിയിട്ട് നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട്. എപ്പോഴും പോകും പോലെ നമ്മൾ വെടിവെച്ചാങ്കോവിൽ വഴിയാണ് പോകുന്നത്. വെടിവെച്ചാങ്കോവിൽ എന്ന് പറഞ്ഞാൽ അവിടെ വെടി വഴിപാടാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ NH വഴി യാത്ര ചെയ്യുന്നവർ അവിടെ എല്ലാവരും, മിക്കവാറും എല്ലാവരും അവിടെ ദേവിക്ക് വഴിപാടിനായിട്ട് ചിലർ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അപ്പോൾ അതൊരു നമുക്ക് മനസ്സിനൊരു സന്തോഷം. നമ്മളെപ്പോൾ പോയാലും അത് ചെയ്യാറുണ്ട്. വെളുപ്പിനൊക്കെ പോകുമ്പോൾ പിന്നെ വീഡിയോ അങ്ങനെ കാര്യമായിട്ട് എടുക്കില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് പോവുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴും നമ്മൾ പോകുമ്പോൾ അവിടെ സൈഡിൽ ആളുണ്ടാവും കേട്ടോ. 11 മണി വരെ അവിടെ ആളുണ്ടാവും. കൊടുക്കുമ്പോൾ അപ്പോഴത്തന്നെ നമ്മൾ അവിടെ പാസ് ചെയ്യുന്നതിന് മുന്നേ ആ വെടിയുടെ ശബ്ദം കേൾക്കും. അപ്പോൾ ഇതാണ് വെടിവെച്ചാങ്കോവില്. ഇവിടെ ദേവീ പ്രതിഷ്ഠയാണ്. കണ്ടോ വെടിയുടെ ശബ്ദം കേട്ടോ. അത് അവിടെ ആള് നിൽപ്പുണ്ട്. ഇതുപോലെ കൊടുത്തിട്ട് പോകുമ്പോൾ അവർ വിളിച്ച് പറയേ കേട്ടോ. ചന്ദനം തരുവാണ്. അവിടെയാണ് ദേവി ഉള്ളത്. അപ്പൊ ചേട്ടൻ മൈക്കിൽ വിളിച്ച് പറയേ കേട്ടോ. വെടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടേതാണേ കേട്ടത്. കേട്ടോന്നറിയില്ല, നമുക്ക് കേൾക്കാൻ പറ്റി. അപ്പോൾ ദേവിയെ കാത്തോളിനെ നമ്മള് ഒരു യാത്ര പോവാണ്. എവിടേക്കാന്ന് പറഞ്ഞില്ലല്ലോ, പറയാം. നാളെ നമ്മൾ എത്തിയിട്ട് പറയാം. നാളെ എത്തത്തുള്ളൂ, നാളെ വെളുപ്പിനെ നമ്മൾ എത്തത്തുള്ളൂ. എത്തിയിട്ട് പറയാം. എന്തായാലും സേലം അല്ല കേട്ടോ, വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്തിനാ എല്ലാം നാളെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ പോകും വഴി ഉള്ള യാത്രകളെ വിശേഷങ്ങളെല്ലാം കാണിക്കാവേ. സമയം 9:30 കഴിഞ്ഞു. നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് നാഗർകോവിൽ ഒരു ടോൾ പ്ലാസ എത്തുന്നത് വരെ ഭയങ്കര ഒരു 70 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷെ ഒരു 2.5 hours എടുക്കും നമ്മൾ ഓടിയെത്താനായിട്ട്. 9:30 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നാഗർകോവിൽ കഴിഞ്ഞിട്ട് ഒരിടത്ത് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി.
കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇവിടുത്തെ ടിക്കയൊക്കെ നല്ലതായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയോ പോയിട്ട് വന്നപ്പോൾ, എവിടെയല്ല സേലത്ത് പോയിട്ട് വന്നപ്പോൾ ഏട്ടൻ ഇവിടെ കയറി ഫുഡ് കഴിച്ചായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അന്ന് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കഴിച്ചേക്കാമെന്ന് കരുതി. ഇവിടുത്തെ കാറ്റാണെങ്കിൽ നമ്മളെ കൂടി എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ് കേട്ടോ. അപ്പോൾ അന്ന് പുറത്തിരുന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇന്ന് അവർ വന്നിട്ട് പറഞ്ഞു ഭയങ്കര കാറ്റാണ്, പൊടിയെല്ലാം ഫുഡിൽ വീഴുന്നുണ്ട്, അകത്തിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി വന്ന് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഡയറിയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡേഴ്സ് ഒന്നും മാർക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. ഞാൻ പറഞ്ഞില്ലേ, ചിലർ പേയ്മെൻറ്റ് കൺഫേം ആവുന്നതിന് മുന്നേ ബാക്ക് പോവും. അപ്പോൾ പിന്നെ നമുക്ക് അതിൽ ഓർഡറിൽ കൺഫർമേഷൻ വരത്തില്ല. പിന്നെ അത് ഇൻകംപ്ലീറ്റ് ഓർഡർ ചെയ്യുന്നത് നമ്മൾ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ചില്ല എങ്കിൽ നമുക്ക് കറക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരാനും പറ്റത്തില്ല. അതുകൊണ്ട് വരുന്ന ഇതുപോലെ സമയം കിട്ടുമ്പോൾ വരുന്ന ഓർഡേഴ്സ് എല്ലാം ക്ലിയർ ചെയ്ത് വെക്കും കേട്ടോ. അതിപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് വരുമ്പോൾ പിന്നെ അല്ലെങ്കിൽ എല്ലാം കൂടി ഭയങ്കര ഇതാവും. അപ്പോൾ നമ്മൾ പോകുമ്പോഴിതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അങ്ങനെ ഓർഡേഴ്സ് എല്ലാം മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഒരു ടിക്ക പറഞ്ഞു, പിന്നെ ഏട്ടൻ ചപ്പാത്തി പറഞ്ഞു, പിന്നെ ജ്യൂസ് ഒന്നും പറഞ്ഞില്ല. കാരണം 9:30 ആയി. നമ്മളൊക്കെ 7 മണിയൊക്കെ ആകുമ്പോഴേ കഴിക്കുന്നത് കാര്യമായിട്ട് കഴിക്കുമെങ്കിൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ കഴിച്ചങ്ങ് നിർത്തും കേട്ടോ. പിന്നെ ഒരുപാട് നൈറ്റായാൽ പിന്നെ കഴിക്കുന്ന കാര്യം വലിയ പാടാണ്. അതുപോലെ തന്നെ രാവിലത്തെ കാര്യവും ഒരുപാട് രാവിലെ നമുക്ക് കഴിക്കാൻ കുറച്ച് പാടാണ്. കുറച്ചൊന്ന് പതുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ കഴിക്കുമ്പോൾ കാര്യമായിട്ട് കഴിക്കും, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഓർഡറെല്ലാം കൊടുത്തിട്ട്, ഫുഡിൻ്റെ ഓർഡർ കൊടുത്തിട്ട് നമുക്ക് വെബ്സൈറ്റിൽ വന്ന ഓർഡേഴ്സ് എല്ലാം മാർക്ക് ചെയ്യണം. വാട്സപ്പിൽ ഓർഡേഴ്സ് മാർക്ക് ചെയ്ത് വെക്കുമെങ്കിൽ അത് കുറച്ചുകൂടി ഈസിയാണ് മാനേജ് ചെയ്യാനായിട്ട്. വെബ്സൈറ്റിലാകുമ്പോൾ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് മിസ്സായി പോകും. പിന്നെ ഈ വരുന്ന ഓർഡേഴ്സ് എല്ലാം നമ്പേഴ്സ് എടുത്തിട്ട് ഞാൻ വാട്സപ്പിൽ നമ്മുടെ ഓർഡർ കൺഫേം ആയെന്നുള്ളത് വാട്സപ്പ് ത്രൂ മെസ്സേജ് അയക്കും. കാരണം മെയിലിൽ ഓൾറെഡി മെസ്സേജ് പോവും ഓട്ടോമാറ്റിക്കലി. പക്ഷേ വാട്സപ്പ് ത്രൂടെ ആകുമ്പോൾ നമുക്കും അവർക്കും കോൺടാക്ട് ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ വാട്സപ്പ് ത്രൂ നമ്പേഴ്സ് എടുക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് പണികളുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് മാറ്റി വയ്ക്കാൻ നിന്നാൽ നടക്കത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം നോട്ട് ചെയ്തൊക്കെ വയ്ക്കുകയാണ്. എന്നിട്ട് ഒന്ന് വാഷ്റൂമിൽ പോകണമായിരുന്നു. വാഷ്റൂമിലെല്ലാം പോയിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ടിക്കയെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. സാധാരണ തമിഴ്നാട് കയറിയ ടിക്ക, ഷവർമ, ഷവായി അതൊന്നുമില്ല കേട്ടോ. അവിടെ മറ്റേ ചിക്കൻ ചുക്ക, ചെട്ടിനാട് ചിക്കൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളേ ഉള്ളൂ. എനിക്ക് ഗ്രേവി ടൈപ്പ് ഇഷ്ടമല്ല. ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്, പക്ഷെ അത് അങ്ങോട്ട് ചെന്നാൽ കിട്ടില്ല. ഇത് തമിഴ്നാട് കയറി നാഗർകോവിലൊക്കെ കഴിഞ്ഞിട്ടാണ്. എങ്കിലും നമ്മുടെ സാധനം കിട്ടിയപ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ടായിട്ടോ. നല്ല സാലഡൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി കഴിച്ചു. നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യും ചന്ദനക്കുറി ഇട്ടിട്ട് ദൈവം ചിക്കൻ കഴിക്കുന്നു. ഒരു ദൈവവും പറഞ്ഞിട്ടില്ല കേട്ടോ ചിക്കൻ കഴിക്കരുത്, മീൻ കഴിക്കരുതെന്നും. കഴിക്കണം, നമ്മൾ കഴിച്ചാലല്ലേ ജീവനോടെ ഇരിക്കത്തുള്ളൂ. നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ഭക്ഷണം നന്നായിട്ട് കഴിക്കാം. അതിന് വെജിറ്റബിൾസ് മാത്രം കഴിക്കണമെന്ന് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. നോൺ വെജ് കഴിക്കുന്ന എത്രയോ ദൈവങ്ങളുണ്ട്. സോറി, ഏട്ടൻ നേരത്തെ ചപ്പാത്തി ഓർഡർ ചെയ്തു എന്നല്ലേ ഞാൻ പറഞ്ഞത്. ചപ്പാത്തി അല്ല കേട്ടോ, ദോശയാണ് ഓർഡർ ചെയ്തത്. പിന്നെ എൻ്റെ ഒരു പീസ് ചിക്കനും എടുത്തായിരുന്നേ. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് താമസിക്കാനായിട്ട് നിന്നില്ല. കാരണം നാളെ വെളുപ്പിന് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ടതായിട്ടുണ്ട്. അത്ര അത്യാവശ്യമൊന്നുമില്ല, എങ്കിലും എത്തിയാലേ നമുക്ക് നാളെ മറ്റന്നാളെങ്കിലും തിരിച്ച് എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ എവിടെ കയറിയാലും മറ്റേ ഇതുണ്ടാവും, ബീഡ, ആ സാധനം ഉണ്ടാവും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ ഉച്ചയ്ക്കാണ് എല്ലാവരും കഴിക്കുന്നത്. ഇത് ഉച്ചയ്ക്കിരുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഞാൻ വൈകിട്ടെടുത്ത് വയ്ക്കത്തിട്ടപ്പോൾ ഒരു സ്വാദും ഉണ്ടായില്ല. വസ്ത്രയുടെ നോട്ടിഫിക്കേഷൻ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കേട്ടോണ്ടിരിക്കുന്നത്. ഞാനത് എത്ര മാറ്റി വെച്ചിട്ട് അത് വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ശരി, നമ്മളെന്താ പറഞ്ഞു വന്നത്, ആ ബീഡയെല്ലാം കഴിച്ച് ഞാൻ കാറിൽ കയറി ഒരു ഉറക്കമെല്ലാം ഇറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും നമ്മൾ മധുര എത്തി. മധുരയിലിറങ്ങി. സാധാരണ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെ ചായ ഒന്നും കുടിക്കാൻ നിൽക്കില്ല. വലിയ ഉറക്കം വന്നില്ല. അപ്പോഴും ഞാൻ ഉറക്കം വന്നില്ലെങ്കിലും ഉറക്കം വറ്റിച്ച് ഉറങ്ങിയതാട്ടോ. കാരണം നമ്മൾ ഫ്രഷായിട്ട് പോകുന്നതല്ലേ. ഒരു ദിവസം അങ്ങ് പോയി തിരിച്ചൊക്കെ വരുമ്പോഴാണ്, അലച്ചിലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഉറക്കക്ഷീണവും കാര്യങ്ങളും. ഇത് വലിയ ഉറക്കക്ഷീണം ഇല്ലാത്തതുകൊണ്ട് ഒരു ചായ അങ്ങ് കുടിച്ചേക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോഴേക്കും നിറയെ ഐസ്ക്രീമൊക്കെ ഇരിക്കുന്നു. പിന്നെ ഐസ്ക്രീം കഴിക്കണമെന്ന് മനസ്സ് പറഞ്ഞു, പക്ഷെ എന്തോ കഴിക്കാൻ തോന്നിയില്ല. കട്ടൻ ചായ എടുത്തു. കട്ടൻ ചായയിൽ മധുരം കുറച്ചിടാൻ പറയാൻ മറന്നുപോയി. ഞാനൊരു മധുരപ്രേമിയാണ്, എന്നിട്ടും അതിനെക്കാട്ടി കൂടുതലാണ് അവർ മധുരം എല്ലാം ഇടുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത് അവർ കട്ടൻ ചായ ഇട്ട ശേഷമാണ് മധുരം പറഞ്ഞത്. മധുരം പറഞ്ഞപ്പോൾ മധുരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കടുപ്പം കൂട്ടി. അപ്പോൾ കയ്പ്പ് കാരണം വായിൽ തൊടാൻ പാടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ ഓടി സേലം വരെ എത്തി. സേലം എത്തിയപ്പോഴേക്കും ഒരു സംഭവം അങ്ങ് സംഭവിച്ചു കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷനായി, ഓടിപ്പിടച്ച് പിന്നെ തിരിച്ച് വരേണ്ടി വന്നു. അതെന്താ സംഭവം എന്നുള്ളത് ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം. കാരണം അത്രയും ഒരു ഭയങ്കര സംഭവം. ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഫോണൊന്ന് ചെറുതായിട്ട് മിസ്സായി. നമ്മൾ ഇവിടെ നിന്ന് ചായ കുടിച്ചു കേട്ടോ. ചായ കുടിച്ചിട്ട് സേലം വരെ പോയി.
പോയിട്ട് ഏട്ടൻ ചായ കുടിക്കാം, ഫോൺ നോക്കണം, ഫോൺ മിസ്സിങ്. എന്താ കണ്ടിട്ട് ഫോൺ കാണാനില്ല, എങ്ങും ഇറങ്ങിയില്ല. ഇവിടെ ചായ കുടിച്ചിട്ട് നേരെ നമ്മൾ സേലമാണ് പോയത്. അവിടുന്ന് നേരെ തിരിച്ചു ഫോൺ വിളിച്ച സ്വിച്ച് ഓഫ്. 150 കിലോ അത് ലോക്കായി. പുള്ളി ഓൺ ചെയ്യാൻ ശ്രമിച്ചപ്പോ ലോക്കായതാണ്. അത് കുറച്ച് കഴിയുമ്പോ ഓക്കെ 59 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കാം. നമ്മള് ടെൻഷൻ അടിച്ച് പിന്നെ ഞാൻ വീഡിയോ എടുത്ത് വച്ചിരുന്നത് കൊണ്ട് ലൊക്കേഷൻ അറിയായിരുന്നു. ലൊക്കേഷനിൽ വന്ന് ഈ പുള്ളി ஓனரை கூப்பிட்டாச்சு. அவரு சொல்லியாச்சு போன போல எங்க காண அதெல்லாம் ஆற இடத்துல சிசிடிவி இருக்கு. தேங்க்ஸ் அண்ணா. சரி ஓகே. വെട്രിവേയില് ഫോൺ എടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് കാരണം പൈസ ഒക്കെ കുറച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് അല്ല ഫോണും പൈസ എന്തെങ്കിലാണ്. എന്റെ ഐഫോൺ ആയത് കൊണ്ട് നമുക്ക് കുറച്ച് വലിയ ടെൻഷൻ, പെട്ടെന്നൊന്നും ആർക്കും ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. താങ്ക് യു. എങ്കായിരുന്നു ഈ ഫോണ്? ഞാനത് ഇനി എങ്ങനെ தெரியும் ആരും വേറെ ആരും பார்க்கல. இங்க எப்படி பண்ணி நின்றுருந்தேன் பார்த்த போன் கவுட் இருந்தது. சரி நான் கேட்டேன் 2 கிலோமீட்டர் இல்லை அப்படியே எடுத்து வச்சேன். താങ്ക് യു സോ മച്ച്. നീ എടുത്താച്ചാ? 6:15 ആക്ച്വലി നമ്മളിപ്പോ ഓൾമോസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തേണ്ട സമയമായി കേട്ടോ. പക്ഷെ ഫോൺ മിസ്സിങ് ആയതിന്റെ പേരിൽ നമ്മൾ ഒരു 3 hours ഡിലേ വന്നു. 2 hours 2 മണിക്കൂർ ഡിലേ വന്നു. ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു. കാരണം ഫോണിന്റെ ഫുൾ ഡീറ്റെയിൽസ്, കുറച്ച് എമൗണ്ട് ഒക്കെ നമ്മൾ ആ ഫോണിൽ ഗൂഗിൾ പേയിൽ ഏട്ടൻ്റെ അക്കൗണ്ടിലൊക്കെ ഉണ്ടായിരുന്നു. എങ്ങാനും പെട്ടെന്നൊന്നും ഐഫോൺ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്ങാനും സ്വിച്ച് ഓഫ് പറഞ്ഞു. അത് പുള്ളി ലോക്ക് എടുക്കാൻ നോക്കി ഫോൺ സ്റ്റക്കായി. ഇനി അത് ആപ്പിൾ കെയറിൽ വിളിച്ച് സപ്പോർട്ട് ടീമിനെ വിളിച്ച് വേണം അതിനെ അൺലോക്ക് ആക്കി എടുക്കാൻ. എങ്കിലും കുഴപ്പമില്ല, ഫോണ് കിട്ടിയല്ലോ ദൈവമേ. അത് നമുക്കിപ്പോ ചെറിയ ഫോൺ, ഒരു 10,000 ഫോണായാലും മിസ്സായാലേ നമ്മുടെ ഫുൾ ഡേറ്റാസ് ഫുൾ അതിൽ കിടക്കുകയാണ്. നമ്മൾ എന്തോ ടെൻഷനോ ഇങ്ങനെ നമുക്ക് എനിക്കാണെങ്കിൽ അങ്ങ് കരച്ചിലൊക്കെ വരെയാണ്. ഫോണ് കാണാനില്ല. ഇപ്പൊ പൈസ നമുക്ക് വേണമെങ്കിൽ ATM കയറി വിഡ്രോ ചെയ്തെടുക്കാം, എങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. പിന്നെ അന്ന് പറഞ്ഞ് കോടികൾ കിടക്കണം എന്നല്ല കേട്ടോ എൻ്റെ അർത്ഥം. ബാക്കിയുള്ള ഡേറ്റാസ്, നമ്പേഴ്സ് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റില്ലല്ലോ. ഫോണ് തന്നെ നല്ലൊരു എമൗണ്ടിനുള്ള ഫോണാണ്. അപ്പൊ പിന്നെ അതൊക്കെ പോണെന്ന് നോക്കുമ്പോഴേ ഏട്ടനും ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്ന അല്ലാതെ ഏട്ടന് കിളി പോയിരിക്കുകയാണ്. സാധാരണ ഇത് എന്റെ കയ്യിൽ നിന്നാണ് പറ്റുന്നത് കേട്ടോ, ഇത് ഏട്ടന്റെ കയ്യിൽ നിന്നാണ് പറ്റുക. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ അങ്ങ് ഏറ്റവും വരെ അത് കേൾക്കേണ്ടി വന്നാണ്. ഇത് ഞാൻ തിരിച്ചു കൊടുത്തോണ്ടിരുന്നു. സാധാരണ ഞാനാണ് ഭയങ്കര കെയർലെസ് ആയിട്ട് ഫോൺ കളങ്ങിട്ട് വരിക, താക്കോല് കളങ്ങിട്ട് വരിക, ഇതൊക്കെ എന്റെ പരിപാടിയാണ്. ഇത് ഏട്ടൻ അങ്ങനെയല്ല. 100 വട്ടം ഇപ്പൊ വീടൊക്കെ ലോക്ക് ചെയ്താലും 100 വട്ടം ചെന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ടൊക്കെ വരും. ഫോൺ വണ്ടി കയറിയാൽ വയ്ക്കുന്ന സ്ഥലത്ത് ഒന്നുകൂടെ ചെക്ക് ചെയ്യും. ഡാഷ്ബോർഡ് ഇത് ഓപ്പൺ ചെയ്ത് പേഴ്സൺ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യും. എല്ലാം ചെക്ക് ചെയ്തിട്ടേ വണ്ടി എടുക്കൂ. ഇതെന്ത് പറ്റിയെന്ന് അറിഞ്ഞിട്ട് ദൈവം നമുക്ക് ഒരു വാർണിംഗ് തന്നതാണ്, അശ്രദ്ധ പാടില്ല എന്ന് പറഞ്ഞത്. എന്നാലും വല്ലാത്ത വാർണിംഗ് ആയിക്കോട്ടെ. ഒരു 200 കിലോമീറ്ററോളം നമ്മൾ പോയിട്ടാണ് തിരിച്ചു വന്നത്. ഇനി ഒന്നേന്ന് നമ്മൾ പോവാണ്. ആ സ്ഥലം നമ്മൾ എത്തിയ സ്ഥലം പോലും എത്തിയില്ല കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, ഫോണ് തിരിച്ചു കിട്ടിയല്ലോ. ഞാൻ എന്ത് ചെയ്യുമെന്ന് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്നതല്ലേ, അവരത്രയ്ക്കുള്ള സീരിയസ്നെസ് ഒക്കെ കാണിക്കത്തുള്ളൂ. എന്ത് ചെയ്യും, ഫോണിന് തിരിച്ച് കിട്ടുമോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. എന്തായാലും ഫോണ് കിട്ടി. നമ്മളിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ ഇനിയും നല്ല സമയമുണ്ട്. എത്ര കിലോമീറ്റർ വരെ ഏട്ടാ ഇനി ഡെസ്റ്റിനേഷൻ എത്താൻ? 300 കിലോമീറ്റർ കൂടെ ഉണ്ട്. 350 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എത്തിയിട്ട് ഞാൻ എവിടെയാന്നുള്ളത് പറയാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇപ്പൊ 8 മണിയായിട്ടോ. നമ്മള് എത്തേണ്ട സ്ഥലത്ത് എപ്പോ വീഡിയോ എടുത്താൽ ഈ ഗൂഗിൾ അമ്മച്ചിയുടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുവരെ ഉണ്ടല്ലോ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തുടങ്ങാം. ഓക്കെ, ഈ സമയം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തേണ്ട സമയമാണ്. പക്ഷെ ഇപ്പൊ 12:30 കാണിക്കുന്നുണ്ട്. നമ്മൾ ഫോൺ എടുക്കാൻ തിരിച്ചു പോയത് 2 മണിക്കൂർ അങ്ങനെ പോയി. അതുകൊണ്ട് ആ സമയം വേസ്റ്റ് ആയിട്ടോ. ഇനിയിപ്പോഴും വീണ്ടും പറയാം, നോട്ടിഫിക്കേഷൻ വരും ഇപ്പൊ വീണ്ടും ഫ്ലൈ ഓവർ കയറുമ്പോ. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം.
Continue on National Highway 44 for 1.5 kilometers. ഓക്കെ. 1.5 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് തീർക്കണം, അല്ലെങ്കിൽ വീണ്ടും പറയും. ഓക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. നമ്മളിപ്പോ സേലം എത്തിയിട്ടുണ്ട്. എത്തിയില്ല, ഇനിയും എത്താൻ ഒരു 10-30 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഞാൻ നമ്മുടെ സ്ഥലം എത്തിയിട്ട് എൻഡ് ചെയ്യാന്ന് കരുതിയപ്പോ നമ്മുടെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ. കാരണം 12:30 നമുക്ക് അവിടെ സമയം കാണിക്കുന്നത്. അപ്പൊ നാളത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങൾ എങ്ങോട്ടേക്കാണ് എന്തിനാണ് പോകുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. 1.5 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് എന്റെ നമ്മളിപ്പോ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്, മിക്കവാറും 8 ബിയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ആ സ്ഥലത്ത് പോയിട്ട് ഫ്രഷപ്പ് ഒക്കെ ആയ ശേഷം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.